ഹരി ഓം. വിഷ്ണു സഹസ്രനാമ സ്തോത്രം, ശ്ലോകം 60. അനിർവിണ്ണ സ്തവിഷ്ടോ അഭൂർധർമ്മയുഗോ മഹാമഘ നക്ഷത്രനേമിർനക്ഷത്രീ ക്ഷമ ക്ഷാമ സമീഹന. ഹരി ഓം. ഹരി ഓം. 435 നാമം അനിർവിണ്ണ. ഭഗവാൻ ഇവിടെ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ലാത്തതിനാൽ പ്രത്യേകിച്ച് ഒരു വിരക്തിയുടെ ആവശ്യം ഭഗവാനില്ല. ഒപ്പം തന്നെ എന്തെങ്കിലും വേണം എന്നതിനെ കുറിച്ചുള്ള ആ ഒരു ആഗ്രഹം അതുമില്ല. ഇങ്ങനെ എല്ലാം കൊണ്ടും ഒരു ഉദാസീന അവസ്ഥയിൽ ഇരിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് അനിർവിണ്ണ. 436 നാമം സ്ഥവിഷ്ട. എപ്പോഴും ആ ഒരു പ്രകാശസ്വരൂപനായി സ്ഥിതി ചെയ്യുന്നു എന്നതിനാൽ സ്ഥവിഷ്ട. ഇവിടെ ശ്രുതി പറയുന്നത് അഗ്നിമൂർധാവും ചന്ദ്രസൂര്യന്മാർ നേത്രങ്ങളുമാകയാൽ ഭഗവാൻ എപ്പോഴും പ്രകാശസ്വരൂപനാണ് എന്നതിനാൽ സ്ഥവിഷ്ട. 437 നാമം അഭൂഹു. ഒന്നിൽ നിന്നും ഉണ്ടാകാത്തവൻ, അതാണ് ജനനരഹിതൻ, അതാണ് അഭൂഹു. ഒരിക്കലും ഇവിടെ ഉണ്ടായി വന്നിട്ടില്ല, എന്നും ഇവിടെ ഉള്ളത് എന്നർത്ഥം. 438 നാമം ധർമ്മയൂപ. ധർമ്മങ്ങൾക്ക് ഒരു രൂപം ആയിട്ടുള്ളവനാണ്. യൂപം എന്നാൽ വലിയ തൂണ്. ആ യജ്ഞസ്തംഭത്തിലാണ് യജ്ഞത്തിന് ബലി കൊടുക്കേണ്ട പശുവിനെ ബന്ധിക്കേണ്ടത്. ഇതുപോലെ ധാർമ്മികമായ പ്രവർത്തികളാൽ ഏതൊരു ഭഗവാനിലേക്ക് നമ്മളെ ബന്ധിപ്പിക്കാമോ, അങ്ങനെ ഭഗവാനിൽ ബന്ധിക്കപ്പെടണമെങ്കിൽ നമ്മൾ ധാർമ്മികമായ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഭഗവാനാകുന്ന ആ സ്തംഭത്തിൽ നമ്മെ ബന്ധിക്കാം. അങ്ങനെയുള്ളവൻ ധാർമ്മികമായ കാര്യങ്ങളാൽ തന്നോട് ബന്ധിക്കപ്പെടാൻ തൻ്റെ ഭക്തന്മാരെ അനുവദിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് ധർമ്മയൂപ. 439 നാമം മഹാമഖ. മഖം എന്നാൽ യജ്ഞം. സാധാരണ ചെയ്യുന്ന യജ്ഞത്തിലൂടെ നമുക്ക് സ്വർഗാദി ഫലങ്ങൾ ലഭിക്കുമെന്ന് വേദങ്ങൾ പറയുന്നുണ്ട്. അതേസമയം ഭഗവാൻ ഗീതയിൽ പറഞ്ഞത് നമ്മുടെ എല്ലാ കർമ്മങ്ങളും യജ്ഞരൂപേണ ചെയ്താൽ, ബ്രഹ്മാർപ്പണമായിട്ട് ചെയ്താൽ മോക്ഷമാകുന്ന വലിയ ഫലത്തെ ഉണ്ടാക്കുന്നു എന്നതിനാൽ അങ്ങനെ ഒരു യജ്ഞത്തെ, ആ യജ്ഞം ചെയ്യാനുള്ള ആ ഒരു സാഹചര്യത്തെ ഭക്തന്മാർക്ക് ഉപദേശിച്ചു കൊടുത്തു. അങ്ങനെയുള്ള യജ്ഞത്താൽ പ്രാപിക്കപ്പെടുന്നവൻ എന്ന അർത്ഥത്തിൽ മഹാമഖ. 440 നാമം നക്ഷത്രനേമി. നക്ഷത്രനേമിഹി. അശ്വതി തുടങ്ങിയ നക്ഷത്രങ്ങൾ, അതുപോലെ സൂര്യചന്ദ്രാദി ഗ്രഹങ്ങൾ, ഇവയെ വഹിച്ചുകൊണ്ട് സദാ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ആ ജ്യോതിചക്രത്തിന് ശിംശുമാരം എന്ന പേരാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ശിംശുമാരത്തെ ഒരു തേർചക്രം പോലെ വിചാരിക്കുന്നു, അതാണ് നേമിഹി. അപ്പോ നക്ഷത്രങ്ങളെ തന്നെ ശരീരത്തിന്റെ ഓരോരോ അവയവങ്ങളാക്കി ഒരു മത്സ്യത്തിന്റെ ആകൃതിയിലാണ് ഈ ശിംശുമാരം അവിടെ ആകാശദേശത്ത് നിലകൊള്ളുന്നത് എന്നാണ് വിശ്വാസം. അങ്ങനെ ഇതിന്റെ മധ്യത്തിൽ അഥവാ ഹൃദയഭാഗത്ത് ഭഗവാൻ വിരാജിക്കുന്നു. അങ്ങനെ ഒരു നേമി ചക്രപ്രവർത്തകൻ ആ നക്ഷത്രങ്ങളെ തൻ്റെ ശരീരത്തിന്റെ അവയവങ്ങളാക്കി അവയൊക്കെ പ്രവർത്തിപ്പിക്കുന്ന ആ ജ്യോതിചക്രത്തിന്റെ പ്രവർത്തകൻ എന്ന അർത്ഥത്തിൽ നക്ഷത്രനേമിഹി. 441 നാമം നക്ഷത്രി. നക്ഷത്രങ്ങളുടെ നാഥനായ ചന്ദ്രനും ആ ഭഗവാൻ തന്നെ എന്നതിനാലാണ് ഭഗവാൻ നക്ഷത്രി. 442 നാമം ക്ഷമഃ. സകല കാര്യങ്ങളിലും സമർത്ഥൻ, അല്ലെ, സമർത്ഥനായിട്ടുള്ളവൻ എന്ന അർത്ഥത്തിൽ ക്ഷമഃ. ഇനി സാധാരണഗതിയിൽ പറയുന്ന ഒരർത്ഥം ക്ഷമയുള്ളവൻ, ഭൂമിക്ക് തുല്യം ക്ഷമയുള്ളവൻ എന്ന അർത്ഥത്തിൽ ക്ഷമഃ. ഇവിടെ തൻ്റെ ഭക്തന്മാരുടെ അബദ്ധത്തിലൊക്കെ വന്നു പോകുന്ന ഏത് തെറ്റും ഭഗവാൻ ക്ഷമിക്കുന്നു. മുമ്പ് നമ്മളൊരു ഉദാഹരണം കണ്ടു. പത്മനാഭോ അമരപ്രഭു എന്നത് തെറ്റിപ്പറഞ്ഞ പൂന്താനത്തിനോട് ക്ഷമിക്കുക മാത്രമല്ല, ആ ഭക്തനെ മറ്റുള്ളവർക്ക് മുമ്പിൽ ഉയർന്ന ഒരു സ്ഥാനത്ത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു ഭഗവാൻ എന്നതിനാൽ ഭഗവാൻ ക്ഷമഃ. 443 നാമം ക്ഷാമഃ. ഇവിടെ പ്രളയകാലത്തിൽ എല്ലാം ക്ഷയിച്ചാലും സ്വയം ഒരു ക്ഷയവും കൂടാതെ പരിപൂർണ സ്വരൂപനായിട്ട് ഭഗവാൻ ഇരിക്കുന്നു എന്നതിനാൽ ക്ഷാമഃ. 444 നാമം സമീഹനഃ. സൃഷ്ടിയാദി കാര്യങ്ങൾക്കായി സമ്യക്കാകും വണ്ണം, സമ്യക്ക് എന്നാൽ നല്ലവണ്ണം,
ഈഹനം ചെയ്യുക ആഗ്രഹിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ സമീഹന. ഹരിയോ.